അപ്പോ മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. പക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നെ കൊണ്ട് നടക്കത്തില്ല, എനിക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉപേക്ഷിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. നിർബന്ധമാണ്, ഉപേക്ഷിക്കണം. അതെങ്ങനെ പറ്റും? അതിനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. ന്യായപ്രമാണ കാലഘട്ടത്തെ കുറിച്ച് പോൾ പറയുന്നുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത ഒരു തിന്മയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോ പറയാം, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്, അതിനെ കാര്യസ്ഥനെ നമ്മുടെ കൂടെ ഇരുത്തിയായിരിക്കുന്നത്. കാര്യസ്ഥനാണ് ജയിക്കാനുള്ള നമ്മുടെ കരുത്ത്. ഒരാമേൻ പറഞ്ഞാട്ട്. പരിശുദ്ധാത്മാവ് കീബോർഡിന്റെ റിതം 150ന്റെ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോ സ്തോത്രം 4 അന്യഭാഷ പറയാൻ വേണ്ടിയല്ല. ഈ ചിലർക്കൊക്കെ ഒത്തിരി നേരം അന്യഭാഷ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കടുക് പൊട്ടിക്കുന്ന പോലെയാ. 3 അന്യഭാഷ. കടുക് പൊട്ടുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ഒരെണ്ണം പൊട്ടും, ഇപ്പുറത്തൊരെണ്ണം പൊട്ടും, മുന്നിൽ ഒരെണ്ണം പൊട്ടും. അതുപോലെയാ ചില സഭകളിൽ ആരാധന കടുക് പൊട്ടുന്നത് പോലെ അന്യഭാഷ. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, 4 അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കരുത്താണ് പരിശുദ്ധാത്മാവ്. നമ്മളെ മുഴുവൻ ഇടങ്ങളിലും ജയിപ്പിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ ജയാളികളാക്കുന്ന നിറമാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന വഴികാട്ടിയാണ് പരിശുദ്ധാത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചോ, നിനക്ക് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ ഒരു പഴയ പാട്ട് എൻ്റെ മനസ്സിലുണ്ട്. ആത്മാവാൻ വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി. പഠിക്കും. നമുക്ക് തന്നെ പറ്റില്ല കേട്ടോ, നമുക്ക് തന്നെ പറ്റില്ല. ഇവിടെ 3 ക്യാമറയുണ്ട്, അതിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ സൗണ്ട് സിസ്റ്റം ഉണ്ട്, കീബോർഡ് ഉണ്ട്, SPD20 ഉണ്ട്, അപ്പുറത്ത് R8 ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കരണ്ട് പോയാൽ ഇത് മുഴുവൻ ഇപ്പം നിൽക്കും. ഹലോ, കരണ്ടാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചോണം. അപ്പോ ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവർ കേട്ടോ, ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, പ്രാപിക്കുന്ന വിധത്തിൽ എത്തണമെങ്കിൽ 1 മുറുകെ പറ്റുന്ന പാപത്തെ വിടണം, 2 ഭാരം വിടണം.